അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്തിപ്പഴം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും പലരും അത് കഴിക്കാതെ, അത് പരിഗണിക്കാതെ അതിനെ അവഗണിക്കാറാണ് പതിവ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഒരു പഴമാണ് അത്തിപ്പഴം. മാത്രമല്ല, ഈ പഴം സ്വർഗത്തിലെ പഴം ആണ്. എന്താണ് അത്തിപ്പഴത്തിന് ഇത്ര വലിയ പ്രത്യേകത? അത്തിപ്പഴത്തിൻ്റെ പ്രത്യേകതകളും നേട്ടങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ പഴം കഴിക്കാതെ പോകില്ല. അത്തിപ്പഴത്തിൻ്റെ നേട്ടങ്ങളും പ്രത്യേകതകളും പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗർഭകാലത്ത് ഗർഭിണികൾ കഴിക്കേണ്ട ഒരു പഴമാണ് ഇത്. അതായത് ഗർഭകാലത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ പഴം. നമ്മുടെ എല്ലുകളുടെ ബലത്തിനും ആരോഗ്യത്തിനും ഏറ്റവും ഉചിതമായ പഴമാണ് അത്തിപ്പഴം. അത്തിപ്പഴം കഴിക്കുന്നവരുടെ എല്ലുകൾക്ക് വലിയ ശക്തിയായിരിക്കും, വലിയ ബലമായിരിക്കും. സ്ത്രീകളുടെ ആർത്തവ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അത്തിപ്പഴം. പ്രമേഹ രോഗികൾ അത്തിപ്പഴം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഇതിൽ ഇൻസുലിൻ കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ അമിതമായി വരുന്ന ഫാറ്റ് കുറയ്ക്കുന്നതിന് ഈ പഴം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചത്. ദിവസവും അത്തിപ്പഴം കഴിക്കുന്നവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാകില്ല. കൊളസ്ട്രോളിന് ഏറ്റവും പരിഹാരമായ ഒരു പഴമാണ് ഈ പഴം. ഈ പഴം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിൽ വരുന്ന അണുബാധകളെ കുറക്കാൻ ഇത് സഹായിക്കും. ആസ്മ രോഗം ഉള്ളവർ ദിവസവും 2 അത്തിപ്പഴമെങ്കിലും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആസ്മ രോഗത്തിന് പരിഹാരമായ ഒരു പഴം ആണ് ഇത്. നമ്മുടെ ധമനികൾക്ക് ആരോഗ്യം നൽകുന്നു. അതുപോലെ നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഈ പഴം പരിഹാരമാണ്. ഈ പഴം കഴിക്കുന്നവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നത് വളരെ കുറവായിരിക്കും. ശ്വാസതടസ്സമുള്ള ആളുകളൊക്കെ, ശ്വാസം മുട്ടുള്ള ആളുകളൊക്കെ ഈ പഴം ദിവസവും 2 എണ്ണമെങ്കിലും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദത്തിന് പരിഹാരമാണ്. നമ്മുടെ BP നിയന്ത്രിക്കുന്നതിന് ഏറ്റവും മുന്നിലാണ് ഈ പഴം. അൾസർ എന്ന രോഗത്തിന് ഏറ്റവും പരിഹാരമാണ് ഇത്. അതുപോലെ തന്നെ മലബന്ധ പ്രശ്നമുള്ള ആളുകൾക്ക്, അതായത് വയറ്റിന്ന് പോകാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്കൊക്കെ ഈ അത്തിപ്പഴം എല്ലാ ദിവസവും 2 എണ്ണമെങ്കിലും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ദഹനം നല്ലതുപോലെ നടക്കുകയും വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും തീരും. നെഞ്ചിരിച്ചിൽ ഉള്ളവർക്ക് അത് ഭേദമാകാൻ ഏറ്റവും പരിഹാരമാണ് അത്തിപ്പഴം. അത്തിപ്പഴം ദിവസവും കഴിക്കുന്നവർക്ക് അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും. അതിലൂടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. തലവേദനയ്ക്കൊക്കെ ഏറ്റവും പരിഹാരമാണ് അത്തിപ്പഴം. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഒരു അത്തിപ്പഴമെങ്കിലും എല്ലാ ദിവസവും കൊടുക്കുക. അതിലൂടെ അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നതിലൂടെ അവരുടെ പഠനം അവർക്ക് എളുപ്പമാകും. അത്തിപ്പഴം കഴിച്ചാൽ ശരീരത്തിൽ രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് വർദ്ധിക്കും. അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ഈ അത്തിപ്പഴത്തിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഇരുമ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടർമാരൊക്കെ നമ്മോട് പറയുന്നത്? നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഇരുമ്പ് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ കേടായ ടിഷ്യൂകളെയും കോശങ്ങളെയും നന്നാക്കാൻ സഹായിക്കുന്ന ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് ഇരുമ്പ് അത്യാവശ്യമാണ്. അതിനാൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് ഇരുമ്പ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണം. ഇരുമ്പ് ധാരാളം അടങ്ങിയ ഒരു ആഹാരമാണ്, ഒരു പഴമാണ് ഈ അത്തിപ്പഴം. ഇരുമ്പിൻ്റെ മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ അത് സഹായിക്കുന്നു. തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഓക്സിജൻ അത്യാവശ്യമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ടെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും. മാത്രമല്ല, ശരിയായ ഇരുമ്പിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലെ രക്തചക്രമത്തെ സംയോജിപ്പിക്കും. മഗ്നീഷ്യം ധാരാളം അടങ്ങിയ പഴമാണ് അത്തിപ്പഴം. നമ്മുടെ ശരീരം
ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ശരീരത്തിൽ നിർണായക ധാതുവായ മഗ്നീഷ്യം അത്യാവശ്യമാണ്. ശരീരത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് പുറമെ ശരീരത്തിലെ രാസപ്രക്രിയകളും മഗ്നീഷ്യം നിയന്ത്രിക്കും. അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം ധാരാളം അടങ്ങിയ ഈ അത്തിപ്പഴം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളതാണ്. മാംഗനീസ് അടങ്ങിയ പഴമാണ് അത്തിപ്പഴം. എന്തിനാണ് മാംഗനീസ്? എല്ലുകൾക്ക് ആരോഗ്യം പകരുന്ന, ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്ന, ഉപജാപക നിരക്ക് നിയന്ത്രിക്കുന്ന, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഒരു സംഗതിയാണ് മാംഗനീസ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ടും അടങ്ങിയ ഒരു പഴമാണ് ഈ അത്തിപ്പഴം. ഇതര തന്മാത്രകളുടെ ഓക്സീകരണത്തെ തടയുന്ന തന്മാത്രകളാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ. ഇവ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പങ്ക് കോശനാശത്തിന് കാരണമാകുന്ന സ്വതന്ത്ര റാഡിക്കലുകളെ നശിപ്പിച്ച് കോശനാശം തടയാനുള്ള കഴിവുണ്ട്. അതായത് നമ്മുടെ കോശങ്ങളിൽ വരുന്ന പല രോഗങ്ങളും ഈ അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ നമുക്കതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഈ അത്തിപ്പഴം സിങ്ക് അടങ്ങിയ പഴമാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് സിങ്ക്. നമ്മുടെ ദിവസേനയുള്ള ഭക്ഷണങ്ങളിൽ സിങ്ക് അടങ്ങിയ ഭക്ഷണം നമ്മൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം. അത് നമ്മുടെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തും. എന്നാൽ സിങ്ക് അടങ്ങിയ ഒരു പഴമാണ് ഈ അത്തിപ്പഴം. ഈ അത്തിപ്പഴത്തിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കാൽസ്യം. കാൽസ്യം നിർബന്ധമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. എന്നാൽ ഈ അത്തിപ്പഴത്തിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദിവസവും ഒരു 2 അത്തിപ്പഴമെങ്കിലും കഴിക്കുക. നമ്മുടെ മാംസപേശികൾ പ്രവർത്തിക്കുന്നതിനും നമ്മുടെ എല്ലിൻ്റെ ബലത്തിനും നമ്മുടെ പല്ലിൻ്റെ ശക്തിക്കും കാൽസ്യം കൂടിയേ തീരൂ. അതുകൊണ്ട് അത്തിപ്പഴം നിങ്ങൾ കണ്ടാൽ ഒരിക്കലും വിടരുത്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് ഈ അത്തിപ്പഴം. പൊട്ടാസ്യം എന്തിനാണ് നമുക്ക്? നമ്മുടെ ശരീരം നല്ല ആരോഗ്യത്തോടു കൂടി നിലനിൽക്കാൻ പൊട്ടാസ്യം നിർബന്ധമാണ്. നമ്മുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണം നമ്മൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. മെറ്റബോളിസം അധികരിക്കും. എന്താണ് മെറ്റബോളിസം? ശരീരഭാരവുമായി എന്നും പ്രയാസപ്പെടുന്നവർ കേൾക്കുന്ന ഒരു വാക്കാണ് മെറ്റബോളിസം. അതായത് മെലിഞ്ഞ ശരീരം ഉള്ളവരെ അപേക്ഷിച്ച് വണ്ണം ഉള്ള ശരീരം ഉള്ളവർക്ക് അവരുടെ ശരീര പ്രവർത്തനത്തിന് കൂടുതൽ ഊർജം വേണ്ടിവരും. മാത്രമല്ല പ്രായമാകുന്തോറും നമ്മുടെ ശരീരത്തിൻ്റെ പേശികളുടെ ശക്തി കുറയും. അത് കൂട്ടാൻ ഈ അത്തിപ്പഴത്തിന് സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ടൈപ്പ് 2 പ്രമേഹത്തിന് പരിഹാരമാണ് അത്തിപ്പഴം. എന്താണ് ഈ ടൈപ്പ് 2 പ്രമേഹം? രക്തപ്രവാഹത്തിൽ ഉയർന്ന അളവിലുള്ള പഞ്ചസാരയുടെയോ ഗ്ലൂക്കോസിൻ്റെയോ അളവ് സൂചിപ്പിക്കുന്ന ഒരു വിട്ടുമാറാത്ത രോഗമാണ് ടൈപ്പ് 2 പ്രമേഹം. ഇത് മാരകമാണ്, പേടിക്കേണ്ട ഒരു രോഗമാണ്. ഇതിന് കൃത്യമായ ചികിത്സ അത്യാവശ്യമാണ്. അതുപോലെ കൃത്യമായ ഭക്ഷണ ക്രമീകരണങ്ങളും ആവശ്യമാണ്. എന്നാൽ അതിന് പരിഹാരമായ ഒരു പഴമാണ് അത്തിപ്പഴം. അതുകൊണ്ട് ഈ ഒരു പ്രമേഹം കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നവർ അവരുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ഈ അത്തിപ്പഴവും നിങ്ങൾ ചേർക്കുക. ഒമേഗ 6 ഫാറ്റി ആസിഡുകളുടെ കലവറയാണ് ഈ അത്തിപ്പഴം. നല്ല കൊഴുപ്പുകളിൽ പെടുന്നതാണ് ഒമേഗ 3, ഒമേഗ 6 ഫാറ്റി ആസിഡുകൾ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ 2 വിധം കൊഴുപ്പുകളുണ്ട്. ഒന്ന് നല്ല കൊഴുപ്പുകൾ, അതുപോലെ ചീത്ത കൊഴുപ്പുകൾ. അതിൽ നല്ല കൊഴുപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒമേഗ 6ൻ്റെ അത്ഭുത കലവറയാണ് ഈ അത്തിപ്പഴം എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ആന്തരിക അവയവമായ ഹൃദയം, കരൾ, ശ്വാസകോശം, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയും ഇത് വർദ്ധിപ്പിക്കുന്നു. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് ഈ അത്തിപ്പഴം ദിവസവും കഴിക്കുന്നത് ഏറ്റവും ഗുണമുള്ളതാണ്. വിറ്റാമിൻ കെ ധാരാളമായിട്ടും അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് അത്തിപ്പഴം. വിറ്റാമിൻ കെ നമ്മുടെ ശരീരത്തിൽ കുറവ് വന്നാൽ
നമ്മുടെ അസ്ഥികളെ ദുർബലപ്പെടുത്തുകയും മറ്റനേകം രോഗങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകും എന്നുമാണ് പഠനങ്ങൾ പറയുന്നത്. അത്തിപ്പഴം കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അത്തിപ്പഴം ദിവസവും കഴിക്കുന്നവരുടെ ശരീരത്തിൻ്റെ ചർമ്മത്തിന് ചുളിവ് ഉണ്ടാകില്ല. രക്തയോട്ടം കറക്റ്റായി നടക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ചർമ്മത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കും. മാത്രമല്ല എന്നും ചെറുപ്പം നിലനിർത്താനും ഈ അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ നമ്മെ സഹായിക്കും. നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം വർദ്ധിക്കാനും പല്ലുകളുടെ ബലം വർദ്ധിക്കാനും നമ്മുടെ വായനാറ്റം കുറയ്ക്കാനും ഈ അത്തിപ്പഴത്തിന് സാധിക്കും. അനീമിയ എന്ന രോഗം വരാതിരിക്കാനും അത്തിപ്പഴം കൊണ്ട് സാധിക്കും. എന്താണ് ഈ അനീമിയ രോഗം? നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞ അവസ്ഥയാണ് അനീമിയ രോഗം. വിളർച്ച, ക്ഷീണം, രക്തക്കുറവ്, നെഞ്ചിരിച്ചിൽ, തലവേദന, ശ്വാസമുട്ടൽ എന്നിവയൊക്കെയാണ് ഈ അനീമിയ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അത്തിപ്പഴത്തിൽ ഫിനോൾസ് എന്ന പേരുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ക്യാൻസർ രോഗങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ അത്തിപ്പഴം കഴിക്കുന്നവർക്ക് ക്യാൻസർ വരാൻ സാധ്യത വളരെ കുറവാണ്. പഴങ്ങളുടെ വർഗത്തിൽ ശരീരത്തിന് ഊർജം നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച പഴമാണ് അത്തിപ്പഴം. അത്തിപ്പഴം നിത്യവും കഴിക്കുന്നവർക്ക് ഒരു തളർച്ചയോ ക്ഷീണമോ ഉണ്ടാകില്ല. നല്ല ഊർജമായിരിക്കും അവർക്ക്. മാത്രമല്ല അത്തിപ്പഴം കഴിക്കുന്നവർക്ക് ലൈംഗിക ആരോഗ്യം വർദ്ധിക്കുന്നതുമാണ്. അതുപോലെ സ്ത്രീകളുടെ പ്രത്യുൽപാദനത്തിന് അത്തിപ്പഴം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രമേഹ രോഗികൾ അത്തിപ്പഴത്തിൻ്റെ ഇല കഴിച്ചാൽ അവരുടെ പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അത്തിപ്പഴം ദിവസവും കഴിക്കുന്നവർക്ക് ശരീരത്തിൽ കൊഴുപ്പുണ്ടാകില്ല, കൊളസ്ട്രോൾ ഉണ്ടാകില്ല, അതൊക്കെയും പുറന്തള്ളും. അതിനുള്ള കഴിവ് അത്തിപ്പഴത്തിനുണ്ട്. അത്തിപ്പഴം കഴിക്കുന്നത് കൊണ്ട് ഇത്രയൊന്നുമല്ല നമുക്ക് ഗുണങ്ങൾ ലഭിക്കുന്നത്. ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. അത്തിപ്പഴം പലരും അത് നിസ്സാരമായി കാണുന്നൊരു പഴമാണ്. എന്നാൽ ഈ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത്തിപ്പഴം കഴിക്കാതെ പോകില്ല. ഇനി അത്തിപ്പഴത്തിൻ്റെ ഫലങ്ങൾ 100% നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അത്തിപ്പഴം കഴിക്കേണ്ട രീതി പറയാം. അതായത് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ 2 അത്തിപ്പഴം ഇട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ നേരം പുലർന്നതിൻ്റെ ശേഷം വെറും വയറ്റിൽ, വേറൊരു ഭക്ഷണം കഴിക്കാതെ വെറും വയറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ അത്തിപ്പഴം ഇട്ട് വെച്ച ആ വെള്ളം കുടിക്കുക. അതിനുശേഷം ആ അത്തിപ്പഴം നിങ്ങൾ ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യുക. എന്നാൽ അതിൻ്റെ ഫലം 100% നിങ്ങളുടെ ശരീരത്തിന് കിട്ടും. ഇത് ശാസ്ത്രം തെളിയിച്ച കാര്യമാണ്. ശാസ്ത്രം ഇത് ഇപ്പോഴാണ് തെളിയിച്ചത്. എന്നാൽ നമ്മുടെ പരിശുദ്ധ ഇസ്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ശാസ്ത്രം ഇപ്പോഴല്ലേ അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളും നേട്ടങ്ങളും അതിൻ്റെ ഫലങ്ങളുമെല്ലാം അറിഞ്ഞത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരീക്ഷണ മെഷീനുകളുമില്ലാതെ, ഒരു പരീക്ഷണ വസ്തുവുമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പഴത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും ഗുണങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്രമല്ല ഈ പഴം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിലുള്ള പഴമാണ്. അപ്പോൾ ആ പഴത്തിൻ്റെ പ്രത്യേകതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും തന്നെ വേണ്ട. ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, പുണ്ണ് എന്നീ രോഗങ്ങൾ ഉള്ളവർക്ക് മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് അത്തിപ്പഴം കഴിക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ല. മാത്രമല്ല ആ രോഗത്തിന് ശമനം ലഭിക്കുകയും ചെയ്യും. അത്തിപ്പഴത്തിൻ്റെ വില ഇപ്പോൾ 1 കിലോഗ്രാമിന് 1300 രൂപ വിലയുണ്ട്. 1300 രൂപ വില കൊടുത്ത് നിങ്ങൾ ഇത് വാങ്ങിയാലും നിങ്ങൾക്ക് നഷ്ടമില്ല. കാരണം 1300 രൂപക്ക് നിങ്ങൾ മറ്റ് ഫ്രൂട്ട്സുകൾ നിങ്ങൾ വാങ്ങിക്കൊണ്ട് കഴിച്ചാൽ ഇതിൻ്റെ 1/4 ഭാഗം പോലും ഫലം ലഭിക്കുകയില്ല. എന്നാൽ ആ ഒരു കാശ് കൊണ്ട് നിങ്ങൾ ഈ അത്തിപ്പഴം വാങ്ങിക്കഴിച്ചാൽ അതിൻ്റെ എത്രയോ ഇരട്ടി ഫലങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളുമാണ് നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്നത്. ഒരുപാട് രോഗത്തിന് ശമനമാണ് ഈ അത്തിപ്പഴം.
അതുകൊണ്ട് പൊന്നുമക്കളെ, ദിവസേനയുള്ള നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഈ അത്തിപ്പഴവും ചേർക്കാൻ നിങ്ങൾ മറക്കാതിരിക്കുക. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.